എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ കെഎസ്ആർടിസി ബസും പാർസൽ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സും കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന പാർസൽ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പാർസൽ ലോറി ഡ്രൈവർ തൽക്ഷണം മരണപ്പെട്ടു. പാലക്കാട് പുതുശ്ശേരി കസബ സ്വദേശി വെള്ളംകുളം രാജേന്ദ്രനാണ് മരണപ്പെട്ടത്. 50 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ബസ് യാത്രക്കാരനായ തിരുവനന്തപുരം അന്തിയൂർ സ്വദേശി സുകുമാരനെ അത്യാസന്ന നിലയിൽ കോട്ടക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വൈകിട്ടോടെ മരണപ്പെട്ടു. 60 വയസ്സായിരുന്നു സുകുമാരന്. കെഎസ്ആർടിസിയിലുണ്ടായിരുന്ന 9ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ് ഡ്രൈവർ മുഹമ്മദ് അനസ്, കണ്ടക്ടർ അബ്ദുൾ സമദ്, യാത്രക്കാരായ അജു വർഗീസ്, വിഷ്ണുമോഹൻ, വിഷ്ണുരാജ് എന്നിവരെയാണ് പരിക്കേറ്റ് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 പേർക്ക് നിസ്സാര പരിക്കാണ് ഏറ്റത്. ഇവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. തിരുവനന്തപുരത്ത് നിന്നും എത്തിയ ബസിൻ്റെ ഡ്രൈവർ എറണാകുളത്ത് വെച്ച് മാറിയാണ് യാത്ര തുടർന്നത്. കെഎസ്ആർടിസി ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് യാത്രക്കാർ പറഞ്ഞത്. മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ ഉരുതിയ ശേഷമാണ് നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2 മണിക്കൂറിലധികം സമയം ഡ്രൈവർ പാർസൽ ലോറിയിൽ കുടുങ്ങിക്കിടന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ലോറി വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുത്തത്. 4 മണിക്കൂറിലധികം മേൽപ്പാലം വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. NCV ന്യൂസ്, എടപ്പാൾ.